നമ്മുടെ ആത്മാവ് നാം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നുവെന്നും നാം ഇല്ലാതായതിനു ശേഷവും അത് നിലനിൽക്കുന്നുവെന്നും പലരും അനുമാനിക്കുന്നുണ്ട്. എന്നിരുന്നാലും ശാസ്ത്രീയ വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ ഈ ആശയം ദുർബലമാണെന്ന് കാണാം. മനുഷ്യ മസ്തിഷ്കം വളരെ നിഗൂഢമായ ഒന്നാണ്. അത് കാഴ്ചയിൽ കാണുന്നതിനേക്കാൾ വളരെയേറെ ശേഷിയുള്ള ഒരു സംവിധാനം കൂടിയാണ്. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഈ നിഗൂഢ സ്വഭാവം മനുഷ്യന്റെ ആത്മാവിലും ചിന്തകളിലും പ്രതിഫലിക്കുന്നു. ശാസ്ത്രീയമായി നാം കാണുന്നത് ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും ഒരു ശേഖരം മാത്രമാണെങ്കിലും അത് സങ്കീർണമായ ബോധത്തിന്റെ ഉറവിടം കൂടിയാണ്. വെറും മാംസവും അസ്ഥിയും മാത്രമല്ല മനുഷ്യൻ എന്ന വിശ്വാസത്തെ അത് ഊട്ടിയുറപ്പിക്കുന്നു. ആത്മാവ് എന്ന സങ്കല്പം ഉടലെടുക്കുന്നതും അങ്ങനെയാണ്. ആത്മാവ് എന്നതിനെ ചിലർ വ്യാഖ്യാനിക്കുന്നത് നമ്മളായിരിക്കാൻ സഹായിക്കുന്ന അന്തർബോധം എന്ന നിലയ്ക്കാണ്. ജീവന്റെയും മരണത്തിന്റെയും നിയമങ്ങൾക്കപ്പുറം ആത്മാവുണ്ടെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. നമ്മുടെ ആത്മാവ് നാം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നുവെന്നും നാം ഇല്ലാതായതിനു ശേഷവും അത് നിലനിൽക്കുന്നുവെന്നും പലരും അനുമാനിക്കുന്നുണ്ട്. എന്നിരുന്നാലും ശാസ്ത്രീയ വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ ഈ ആശയം ദുർബലമാണെന്ന് കാണാം. പ്രപഞ്ചശാസ്ത്രം, ഗുരുത്വാകർഷണം, ക്വാണ്ടം മെക്കാനിക്സ് എന്നിവയിൽ വൈദഗ്ധ്യം നേടിയ ഭൗതിക ശാസ്ത്രജ്ഞനായ സീൻ എം കരോൾ ഒരാത്മാവിന്റെ ഒരിക്കലും അവസാനിക്കാത്ത യാത്രയെക്കുറിച്ച് ഒരു ലേഖനം പങ്കുവച്ചിരുന്നു. മരണാനന്തര ജീവിതം ശരീരത്തിന്റെ ജീർണതയിൽ അവസാനിക്കുന്നില്ല, അതിനപ്പുറവും നിലനിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ചിന്തയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് സീൻ വിശദമായി വിശകലനം ചെയ്യുന്നു. ഈ വിശ്വാസത്തിന്റെ ശാസ്ത്രീയതയെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ ഭൗതിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന നിയമങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. മരണാനന്തര ജീവിതം സത്യമാണെങ്കിൽ ആറ്റങ്ങളുടെയും ഇലക്ട്രോണുകളുടെയും ഭൗതിക ശാസ്ത്രത്തിന്റെ തന്നെയും അടിസ്ഥാന ഘടന പൊളിച്ചു പണിയേണ്ടി വരുമെന്നും ആരെങ്കിലും ഒരു പുതിയ മാതൃക നിർമ്മിക്കേണ്ടി വരുമെന്നും സീൻ പറയുന്നു. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കണമെങ്കിൽ നിലവിലെ സ്റ്റാൻഡേർഡ് മോഡലിന് അപ്പുറത്തുള്ള ഭൗതിക ശാസ്ത്ര മാതൃകകൾ ആവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിലെ ആറ്റങ്ങളുമായി സംവദിക്കാൻ ആ പുതിയ ഭൗതിക ശാസ്ത്രത്തിന് ചില വഴികൾ ആവശ്യമായി വരും എന്നതാണ്. ഭൂരിഭാഗം ആളുകളും ആത്മാക്കളെ ഒരു ഊർജമായാണ് കാണുന്നത്. നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന ഭൗതിക ലോകവുമായും ദൃഷ്ടിഗോചരമല്ലാത്ത അതിന്റെ അടിസ്ഥാന ഘടകങ്ങളോടുള്ള ഈ ഊർജത്തിന്റെ ഇടപെടലിനെ സംബന്ധിച്ചതാണ് സീനിന്റെ വാദമുഖങ്ങൾ. മരണാനന്തര ജീവിതം ഉണ്ടെങ്കിൽ ഡിറാക് സമവാക്യം, ലോറൻസ് ഇൻവേരിയൻസ്, ക്വാണ്ടം മെക്കാനിക്സിന്റെ ഹാമിൽട്ടോണിയൻ സിസ്റ്റം, ഗേജ് വേരിയൻസ് മുതലായ ഒന്നിലധികം സമവാക്യങ്ങൾ അസാധുവാണെന്ന് തെളിയിക്കപ്പെടും. അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിന്റെ അസ്തിത്വത്തെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളിൽ ആത്മാവ് എന്ന സങ്കല്പത്തിന് വിശ്വസനീയമായ അടിത്തറ നഷ്ടപ്പെടും. ഇതുപോലുള്ള ചർച്ചകൾ ചിന്തയെ അലോസരപ്പെടുത്തുമ്പോൾ മനുഷ്യരെയും അവർക്ക് വ്യതിരിക്തമായ സ്വത്വം നൽകുന്ന ബോധത്തെയും കുറിച്ചുള്ള യാഥാർത്ഥ്യത്തെ മുൻനിർത്തിയുള്ള ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ അകലുന്നു. അബോധികവും മരണമില്ലാത്തതുമായ ആത്മാവിന്റെ അസ്തിത്വത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?